ഗസയിലും ലബനാനിലും ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഗസയിൽ മാത്രം 76 മരണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ സുരക്ഷാ ബന്ദിമോചനം, പലസ്തീൻ ദുരിത പരിഹാരം എന്നിവ ഉറപ്പാക്കുന്ന വെടിനിർത്തൽ കരാർ നീക്കം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ G20 രാജ്യങ്ങളോട് ബൈഡൻ ആവശ്യപ്പെട്ടു. അമേരിക്കൻ സമ്മർദ്ദം മറികടന്നാണ് റഫ ആക്രമണം ആരംഭിച്ചതെന്നും ഹമാസ് പിടിയിലുള്ള ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ കഴിയുമെന്നും നെതന്യാഹു പറഞ്ഞു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, കൂട്ടക്കുരുതി തുടരുന്നു. ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എങ്ങനെ നടക്കുന്നു? അമേരിക്കയുടെ ഇടപെടൽ ഇപ്പോൾ എങ്ങനെയാണ്? തന്നെ അല്പം മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വടക്കൻ ലബനാനിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ബെയ്റൂത്തിൻ്റെ മധ്യഭാഗത്ത് വലിയ തോതിൽ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. ഇവിടെ തന്ത്രപ്രധാനമായിട്ടുള്ള സർക്കാർ ഓഫീസുകൾ, അതോടൊപ്പം തന്നെ എംബസികൾ എല്ലാം പ്രവർത്തിക്കുന്ന ജനവാസ കേന്ദ്രം കൂടിയാണ്. അവിടേക്കാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അതിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്നും അതിലൂടെ എത്ര പേർ കൊല്ലപ്പെട്ടത് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാൻ പോകുന്ന ുള്ളൂ. നേരത്തെ ഇന്ന് വൈകിട്ട് നബാത്തിയയിൽ നടന്ന ആക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഏതായാലും വലിയ തോതിൽ തന്നെയുള്ള ആക്രമണ പരമ്പരകളാണ് ലബനാനിലും അതോടൊപ്പം തന്നെ ഗസ കേന്ദ്രീകരിച്ചും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മാറ്റമില്ല. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 80ഓളം പേർ വടക്കൻ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടു ഇന്ന് പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നൊരവസ്ഥയിൽ പോലും അവിടത്തേക്ക് ദുരിത സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെയോ അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വത്തിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് ഈ ആരോഗ്യ പ്രവർത്തകർ അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് വിഭാഗം ഇവർക്ക് നേരെയും ആക്രമണം തുടരുകയാണ്. താൽക്കാലികമായിട്ടുള്ള ടെൻറ്റുകളിൽ കഴിയുന്ന അഭയാർത്ഥികളാണ് ഇരകളാവുന്നവരിൽ വലിയൊരു പങ്കും. അന്തർദേശീയ ഏജൻസികളും മറ്റും ഇത് സംബന്ധിച്ച വളരെ ആശങ്ക പ്രകടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു എങ്കിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ആക്രമണം ചുരുക്കാനോ ആക്രമണത്തിൻ്റെ ഇരകളാവുന്നവർക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പരിരക്ഷ നൽകാനോ ഉള്ള സംവിധാനം പോലും ഗസയിൽ നിലനിൽക്കുന്നില്ല എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം വടക്കൻ ഗസയിലുമൊക്കെ തുടരുന്ന ഉപരോധം അതിശക്തമായി തന്നെ തുടരുകയാണ്. ആക്രമണം ഏതെങ്കിലും അർത്ഥത്തിൽ കുറയ്ക്കാൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങും എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് ഇന്നിപ്പോൾ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. പാർലമെന്റിൽ നടന്ന ചർച്ചയിലും ഈ ആക്രമണം വ്യാപകമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, അത് ഇസ്രായേലിൻ്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ അതേസമയം ഇപ്പോൾ ഈ പിന്നിട്ടൊരു വർഷത്തിലധികമായി തുടരുന്ന ആക്രമണത്തിലൂടെ ഇസ്രായേലിൻ്റെ സുരക്ഷ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം അപകടത്തിലേക്ക് നീങ്ങിയതായും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഇസ്രായേൽ വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തകർച്ചയെ മറികടക്കാനുള്ള ഒരു നീക്കം പോലും നെതന്യാഹു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തുന്നത്. ഇന്ന് പാർലമെന്റിൽ പ്രക്ഷുബ്ധമായിട്ടുള്ള രംഗങ്ങളും അരങ്ങേറിയിരുന്നു. കാരണം ബന്ദികളുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ ഒരു നടപടിയും നെതന്യാഹു സർക്കാർ കൈക്കൊള്ളുന്നില്ല. അവരെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നെതന്യാഹു നടത്തുന്നത്. പല ഘട്ടങ്ങളിലും നടന്ന വെടിനിർത്തൽ കരാർ ചർച്ചകളിലൊക്കെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് പകരം അത് അട്ടിമറിക്കാൻ കൂടിയാണ് നെതന്യാഹു ശ്രമിച്ചത്. 100-ലധികം വരുന്ന ഈ ബന്ദികളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് നെതന്യാഹു ഇപ്പോൾ പോലും തുടരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു മേൽവിലാസം ഉറപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം പരിമിതപ്പെട്ടുകൊണ്ടാണ് ആ നടപടികൾ അത്രയും നീങ്ങുന്നത് എന്ന കൃത്യമായിട്ടുള്ളൊരു ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ പാർലമെന്റിലെ അറബ് MP-യും അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് നെതന്യാഹുവിനെതിരെ നടത്തിയത്. പരമ്പര കൊലയാളി എന്ന ഒരു കുറ്റപ്പെടുത്തലും ആ MP നടത്തിയിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് സുരക്ഷാ വിഭാഗം പാർലമെന്റിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മൂർത്തമായിട്ടുള്ള വെടിനിർത്തൽ കരാറോ നിർദ്ദേശങ്ങളോ ഇനിയും ഉണ്ടായിട്ടില്ല. അതേസമയം അമേരിക്കയുടെ ബൈഡന്റെ പ്രത്യേക പ്രതിനിധി ഹമോസ് ഓസ്റ്റിൻ ഉടൻ തന്നെ ബെയ്റൂത്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. മിക്കവാറും നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കും ഓസ്റ്റിൻ ബെയ്റൂത്തിൽ എത്തുക. അതിനെ തുടർന്നായിരിക്കും ലബനാൻ സർക്കാരും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ചില കൂടിയാലോചനകൾ തുടരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റുമോ എന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹിസ്ബുല്ല തങ്ങളുടെ നയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചുകൊണ്ടല്ലാതെ ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ല എന്നാണ് നേരത്തെ ഹമാസ് എടുത്തിരിക്കുന്ന നിലപാടിനെ സാധൂകരിച്ചുകൊണ്ട് ഹിസ്ബുല്ലയും വ്യക്തമാക്കുന്നത്. ധന്യ.
നേരത്തെ തന്നെ നമുക്കറിയാം ഈ വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ നെതന്യാഹു ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ഇപ്പം ട്രംപിന്റെ വിജയം കൂടി കണ്ടിട്ടുള്ള രീതിയിൽ അമേരിക്ക ഏത് തരത്തിലൊരു ഒരു തയ്യാറെടുപ്പായിരിക്കും, ഇല്ലെങ്കിൽ ഒരു മുൻകൈ ആയിരിക്കും ഇനി എടുക്കുക എന്നുള്ളതാണ്. അപ്പം ട്രംപ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നെതന്യാഹുവിനോട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞതുമാണ്. പക്ഷേ ഒരു നീക്കുപോക്കും ഉണ്ടാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനി എന്തായിരിക്കും അമേരിക്കയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ഒരു കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ബൈഡൻ ഭരണകൂടത്തിന് ഇപ്പോൾ പരിമിതികളുണ്ട്. കാരണം ട്രംപ് ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജനുവരി 20 അദ്ദേഹം അധികാരമേൽക്കും. അതുകൊണ്ട് ട്രംപ് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ ഏതെങ്കിലും കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് ബൈഡൻ ഭരണകൂടം എത്തുക. ഇന്ന് വൈകിട്ട് റിയോ ജനീറോയിൽ നടന്ന G20 രാജ്യങ്ങളുടെ ഉച്ചകോടിയുണ്ട്. ആ ഉച്ചകോടിയെ ബൈഡൻ അഭിസംബോധന ചെയ്തിരുന്നു. അതിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹമാസ് ആണ് ഇത്തരമൊരു വെടിനിർത്തൽ കരാറിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ G20 രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. ഇത്തരമൊരു വെടിനിർത്തൽ കരാറിന് തയ്യാറാകാൻ ഹമാസിനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ബൈഡൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ കൂടി പറഞ്ഞത് ഇസ്രായേലിൻ്റെ സുരക്ഷ എന്നത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ആ സുരക്ഷയ്ക്ക് ഏതറ്റം വരെ പോകാൻ സാധിക്കും എന്നൊരു ചോദ്യം മാത്രമാണ് തനിക്ക് ഉയർത്താനുള്ളത്. ജനങ്ങളുടെ വലിയ തോതിലുള്ള പ്രതിസന്ധി പലസ്തീൻ സമൂഹം ഗസയിൽ നേരിടുന്നുണ്ട്. അത് മറികടക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ബന്ദികളുടെ മോചനം ഉറപ്പാക്കണം. ഏറ്റവും പ്രധാനം എന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷ തന്നെയാണ്. ആ സുരക്ഷ ഉറപ്പുവരുത്താൻ പിന്നെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. അതേസമയം ഒരു വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള നീക്കങ്ങൾ താൻ പല ഘട്ടങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നടത്തിയിരുന്നു. അത് ഇനിയും തുടരുമെന്നുകൂടി ബൈഡൻ കൃത്യമായി തന്നെ ഈ ഒരു ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ള ഒരു നീക്കമോ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കിരാതമായിട്ടുള്ള ഈ ചെയ്തികളെക്കുറിച്ചോ വടക്കൻ ഗസയിൽ തുടരുന്ന ഉപരോധവും അതോടൊപ്പം തന്നെ ആക്രമണവും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളെക്കുറിച്ചോ ഇപ്പോൾ മരണസംഖ്യ ഏതാണ്ട് 44,000 എത്തുകയാണ്. ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു നരമേധം നടന്നിട്ട് നെതന്യാഹുവിനെയോ ഇസ്രായേൽ സൈനിക നേതൃത്വത്തെയോ പരാമർശിക്കാനുള്ള ഒരു പക്വതയെങ്കിലും ബൈഡന്റെ ഭാഗത്തു നിന്ന് ഈ അവസാന ഘട്ടത്തിലെങ്കിലും ഉണ്ടാകുമെന്ന ആ പ്രതീക്ഷ പോലും മറികടക്കുന്നതാണ് അദ്ദേഹം ഇന്ന് G20 രാജ്യങ്ങളുടെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രസംഗത്തിൽ വ്യക്തമാകുന്നത്. അപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ട്രംപ് വന്നിട്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന വളരെ ഉദാസീനമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ് ബൈഡൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ട്രംപ് ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം പലതവണ അദ്ദേഹം നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നു. ഇറാൻ ഉയർത്തുന്ന ഭീഷണിയെ ചെറുക്കാൻ ട്രംപ് എല്ലാവിധ വാഗ്ദാനവും തനിക്ക് നൽകിയതായി ഇന്ന് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിലും ലബനാനിലും തുടരുന്ന യുദ്ധത്തിൽ ട്രംപിൻ്റെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടാകുമെന്ന് കൂടിയാണ് അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് വരുന്നതോടുകൂടി ഒരു മാറ്റമൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതോടൊപ്പം ട്രംപ് വരുന്നതിന് മുമ്പേ ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യവും ബൈഡൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ധന്യ.